നമ്മളിന്നൊരാളെ കാണാൻ പോവാണ്. ആളെനെ കാണാൻ പോവാന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷെ ഇന്നാണ് അതിനുള്ള നേരം കാലം സമയമൊക്കെ ഒന്ന് ഒത്തു വന്നത്. പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ ധാവണിയൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത്രയും ദിവസം നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് എൻ്റെ ഒപ്പം നല്ലൊരു വെയിൽ കണ്ടു. ആ സന്തോഷത്തിലാണ് ഞാൻ ധാവണിയൊക്കെ എടുത്തത്. എൻ്റെ അമ്മ നല്ല കുട്ടിയായിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. കാരണം ഇപ്പോൾ എല്ലായിടത്തും കൊറോണയാണല്ലോ. ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ എൻ്റെ സ്നേഹനിധിയായ അമ്മ മാസ്ക് ഒക്കെ മാറ്റി പോസ് ചെയ്തു തന്നു എനിക്ക്. ഇതുവരെ എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കളി മാറി. വെയിൽ ഞങ്ങളെ ചതിച്ചു എന്നുള്ള നഗ്നമായ സത്യം ഞങ്ങൾ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് നല്ല മഴയും നല്ല കാറ്റുമായിരുന്നു. ബസ്സാണെങ്കിൽ ഇച്ചിരി നേരം വൈകി. ഡ്രസ്സൊക്കെ ആകെ മഴ നനഞ്ഞ് പിണ്ടി ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന പോലെയാണ് ഞാൻ പാവാടയും പിടിച്ച് നിന്നോളത്. നല്ല രസം. ബസ് കയറി കഴിഞ്ഞ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെ നിന്ന് ഏതാണ്ട് മഴ ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടി വന്ന പോലെ. ഞങ്ങൾ വഴക്കുണ്ടാക്കി തല്ലി പിരിഞ്ഞിരിക്കണതല്ല കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റ് കൊണ്ടുപോകാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൈഡിലിരുന്നു. കുറേ പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം എവിടെയാണെന്നുള്ളത്. നമ്മൾ വേറെ എങ്ങോട്ടല്ല വന്നേക്കുന്നത്, ഗുരുവായൂർക്കാണ്. ഗുരുവായൂരപ്പനെ കാണാൻ വന്നേക്കുക. ബാഗും മൊബൈലൊക്കെ അവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് വേഗം തൊഴാൻ കയറി. രാവിലെ നേരത്തെ നിന്നുകൊണ്ട് വേഗം തൊഴുത് ഇറങ്ങാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും വേഗം വരി നീങ്ങി കേട്ടോ. ഗുരുവായൂർ പോയാൽ പിന്നെ പാൽപ്പായസം നിർബന്ധമാണല്ലോ. അത് വാങ്ങാൻ പോയപ്പോൾ എൻ്റെ കയ്യും പുള്ളി. അതിൻ്റെ ഇടയിൽ നമ്മളവിടെ കൊടുത്തേൽപ്പിച്ചോടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പോയിട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ 10:30 കഴിഞ്ഞപ്പോഴാണ് തൊഴുതിറങ്ങിയത്. ഒരു ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി. ഇത്ര നേരമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രസാദോടിന് ഞങ്ങൾ വന്നിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഒരു ആഗ്രഹം കഴിക്കാനായിട്ട്. ഇപ്പം എന്തായാലും ഇനി ഇവിടുന്ന് മാമു കൊണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ മാമു കൊടുക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കഴിക്കണോടത്ത്. പിന്നെ ആ കുളത്തിൻ്റെ ഉള്ളിൽ താറാവ് നീന്തി കളിച്ചോടുന്നു കേട്ടോ. താറാവിനെയാണെന്ന് എനിക്ക് തോന്നണേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമുക്കൊരു ടോക്കണൊക്കെ തരട്ടെ. അത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാൻ കയറാനായിട്ട്. അവിയൽ, കായും പയറും ഉപ്പേരി, നെല്ലിക്കച്ചാറായിട്ടുണ്ടായിരുന്നു. നിവേദിച്ചോറ് ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയത്. അതിനുള്ള ഭാഗ്യം ഉണ്ടായി. നല്ല വിശപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. കറിക്കൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കഴിക്കണോടത്ത് അത്യാവശ്യം നല്ല തിരക്കായിട്ടാണ്. പിന്നെ കഴിച്ച വഴിക്ക് നടന്നു കഴിഞ്ഞ് ദഹനം നടക്കില്ല, വയറ് കൊളുത്തി പിടിക്കാനുള്ള കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ വീണ്ടും നടക്കിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് കൊടുത്തു. കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തൊഴാൻ കാരണത്തൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് നടന്നു. പിന്നെ കുറച്ച് നേരം അത് കാണാൻ നിന്നു. 11:30-12 മണിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടാം. ഉച്ചയായിട്ട് തന്നെ അത്യാവശ്യം നല്ല ചുട്ട വെയിലുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയും വീട് എത്തിയാൽ മതി വെച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്നു. അതിൻ്റെ കൂടെ മൂപ്പരനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാവണിയൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. റോഡൊക്കെ വളരെ നല്ല റോഡായതുകൊണ്ട് യാത്രയും നല്ല സുഖമായിരുന്നു. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ കുത്തിക്കുടുങ്ങി വീട് വരെ എത്തി. വീട്ടിൽ കയറിയ വഴിക്ക് ആടയാഭരണങ്ങളൊക്കെ ഊരി വെച്ചുകൊണ്ട് ആദ്യം പോയിട്ടൊരു കുളിയ ബസ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പായസം കുടിച്ചു. എന്താ ടേസ്റ്റ്! ഗുരുവായൂരത്തെ പാൽപ്പായസം. അത് ഒരു വട്ടെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ ശരി കേട്ടോ, ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബൈ.